ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. കയറുന്ന വഴി അലമാര നോക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പഴംപൊരി അവിടെ കാണാനില്ല. മധുരം കുറച്ച് നല്ലൊരു ചായയും അവനക്ക് കൂട്ടായിട്ടൊരു സമൂസയും പറഞ്ഞു. രാവിലെ ആണേലും വൈകിട്ടാണേലും നല്ലൊരു പെർഫെക്റ്റ് ചായ കിട്ടുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യമാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ബില്ലും കൊടുത്ത് പുറത്തിറങ്ങി. അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ദൂരെ, ഒരു 15 കിലോമീറ്റർ ദൂരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സലൂണുണ്ട്, അവിടെ ഒന്ന് പോകണം. ഇന്ന് നല്ല കിടുക്കാച്ച് വെയിലുള്ള ദിവസമാണ്, മാത്രമല്ല പൊടിക്കാറ്റുണ്ട്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ടെൻറ്റുള്ള ഷെയ്ഡഡ് പാർക്കിംഗാണ് കിട്ടിയത്. ഇന്നെനിക്ക് ജോലി ഉച്ചവരെ ഉള്ളൂ. എൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇതേപോലുള്ള ദിവസങ്ങളിലാണ് ഇറങ്ങാറ്. ഇതാണ് പ്ലാസ മാൾ കോംപ്ലക്സ്. ഈ കോമ്പൗണ്ടിനുള്ളിൽ 4 തിയേറ്റർ ഉണ്ട്. ഈ 4 തിയേറ്ററിനും കൂടെ കൂടിയിട്ട് ഒറ്റ ടിക്കറ്റ് കൗണ്ടറാണ് ഉള്ളത്. അതാണ് ഈ കാണുന്നത്. മാത്രമല്ല ഓൺലൈൻ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ബാലൻ സിനിമ ഇവിടെയായിരുന്നു കളിച്ചിരുന്നത്. അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. കാരണം അത് എൻ്റെ ടൈമും കൂടെ മാച്ചായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ ബോർഡ് നോക്കുമ്പോൾ വേറെ 4 മലയാള സിനിമ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ എത്തിയത് 5 മണിക്കാണ്. പക്ഷെ ഒന്നും ഈ നേരത്തല്ല. രാത്രി 8 മണിക്കും 9 മണിക്കും 12 മണിക്കും വരെ ഷോ ഉണ്ട് ഇവിടെ. ഒട്ടുമിക്ക ആളുകളും ടിക്കറ്റ് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൗണ്ടറൊക്കെ ഫ്രീ ആണ്. ഈ തിയേറ്ററും പരിസരമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പണ്ടത്തെ കാലമാണ്. നാട്ടിലുള്ള ടൈമിലെ സിനിമ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ പോകും. ആദ്യത്തെ ഷോ ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. ഈ ദൂരെ കാണുന്നത് ഒരു ക്രിക്കറ്റ് പവലിയനാണ്. മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു വലിയ ഫുഡ് കോർട്ടും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഉണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സൽമാൻ ഖാൻ ഇവിടെ വന്നിട്ട് ഒരു ഷോ അവതരിപ്പിച്ചിട്ട് പോയത്. ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ വരവിൻ്റെ ഉദ്ദേശം, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഒരു സലൂൺ നടത്തുന്നുണ്ട്, അവിടെ പോയിട്ട് മുടിയൊന്ന് മുറിക്കണം. അതിലേക്കുള്ള ഈ ഫുഡ് കോർട്ടിൻ്റെ അടുത്താണ് അവൻ്റെ സലൂണുള്ളത്. അതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്കുണ്ടാവാറ്. ചില ദിവസങ്ങളിൽ ഇവൻ്റെ അടുത്ത് വന്നാൽ ഒരുപാട് മണിക്കൂറോളം നിൽക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ആവരുതേ എന്നാണ് എൻ്റെ ചിന്ത. നല്ലൊരു പ്രീമിയം ലുക്കിലുള്ള കോറിഡോറാണ് ഇവർ ഈ ഫുഡ് കോർട്ടിന് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ ഇവർ ചെറിയ ചെറിയ ഫുഡ് കുഞ്ഞു കുഞ്ഞു ഔട്ട്ലെറ്റുകളും കൊടുത്തിട്ടുണ്ട്. മറ്റു ഭാഗത്ത് സീറ്റിംഗ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. എവിടെയും വലിയ തിരക്കൊന്നും കാണില്ല ഇന്നത്തെ ദിവസം. ഇതാണ്ട് എൻ്റെ മുമ്പ് കാണുന്നതാണ് ഞാൻ പോകാൻ കരുതിയിരിക്കുന്ന സലൂണ്. എപ്പോഴത്തെയും പോലെ ഇന്നും ഫുള്ളാണ്. കുറച്ച് ആൾക്കാർ വെയിറ്റിങ്ങിലുണ്ടെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ഇവനെ വിളിച്ചിട്ടാണ് വരാറ്, പക്ഷേ ഇന്ന് വിളിച്ചിട്ടോ ഫോൺ എടുത്തില്ല. അങ്ങനെയാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി എങ്ങനെയാലും 1 മണിക്കൂർ പോയി കിട്ടണം. അതിനുവേണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി ഒരു ചായയും കുടിച്ച് ഇനിയും ഒരു ചായയും കുടിച്ച്, മാത്രമല്ല ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അടിയിലൊരു നല്ല ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി നോക്കണം. എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി. ഇപ്പം ഇവിടെ നേരം 6:30 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മാളിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി. ഒന്നുകൂടെ അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ആരെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ മുടി പെട്ടെന്ന് മുറിച്ച് ഇവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടാവണം. കാരണം നല്ല വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ട്. വെറുതെ അവിടെയും ഇവിടെയും കുറേ നടന്ന് ഇനി എന്തായാലും അവൻ്റെ അടുത്ത് കയറിയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഇപ്പോൾ കാണുന്ന ഈ ലുക്കൊന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കണം.
ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ മുടിയും വെട്ടിച്ച് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. കൂടുതലൊന്നും എടുത്തില്ല, കുറച്ചെടുത്തു. മാത്രമല്ല താടിയും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് പുറത്തിറങ്ങി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ റൂമൊക്കെ വെച്ചടിക്കണം, കുളിക്കണം, എന്നിട്ട് പിന്നെ ഫുഡ് അടിക്കണം. ഇതേപോലുള്ള എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.